സ്നേഹം കുറച്ച് കുറഞ്ഞിട്ട്, സ്നേഹവും ബഹുമാനവും കുറച്ചങ്ങോട്ട് കുറഞ്ഞപ്പോഴല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്യാണം കഴിച്ച ആദ്യ പെണ്ണിനെ ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്നുള്ള ഒരു വാക്കിലൂടെ കൊടുക്കേണ്ട ഉപദേശങ്ങളെ കുറിച്ച് തിരിച്ചുപോയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പുന്നാര പൂമുഖം കണ്ടിട്ട് ഒരു ചെറിയ റെസ്പെക്ട് ആ പെണ്ണിന്റെ ഭാഗത്ത് നിന്നാകണ്ടേ, ഒരു ബഹുമാനെങ്കിലും. ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഒന്ന് ഇറങ്ങണില്ലേ, ഒന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊരു ചോദ്യമെങ്കിലും. കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും മാത്രം വെച്ച് വിളമ്പി അതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ആകെ ഇടങ്ങേറ് പിടിച്ച ജീവിതമാണെന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ സ്വഭാവത്തിൽ നിന്ന് ഒരു പേരക്കുട്ടി തൽക്കാലം വേണ്ട. കാരണം പിന്നെ പേരക്കുട്ടികളൊന്നും ഒരു മട്ടത്തിലാകൂല. ജുർഹും ഗോത്രക്കാരുമായി ഇടപഴകി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനെ ഉപേക്ഷിച്ച് രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്തിനാ ഉപേക്ഷിച്ചത് എന്നേക്കാണ് നിങ്ങളുടെ ചോദ്യം. സൂഉൽ ഖുലുഖ്, ദുസ്വഭാവം. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, സ്വഭാവം മോശമായാലും. എത്ര ഹൈ ലെവൽ ബിൽഡിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല, സ്വഭാവം മോശമായാലും ഒരു തരി സമാധാനം ഉണ്ടാകും. സ്വഭാവം മെച്ചപ്പെടണം. സ്വഭാവം മെച്ചപ്പെട്ടതാണോ ഇരിക്കാക്കൂരയാണെങ്കിലും ശരി, സ്വർഗ്ഗിക്കും. ചെറിയൊരു ഷെഡിലാണ് കുടുംബം കഴിയുന്നത്, പക്ഷെ മെച്ചപ്പെട്ട സ്വഭാവമാണ്. കോടിക്കണക്കിന് കൊടുത്താലും അത്തരത്തിലുള്ള സ്വഭാവം കിട്ടൂലെങ്കിൽ ആ ഇരിക്കാക്കൂര, ആ ഷെഡ്, അതൊരു സ്വർഗ്ഗമാണ്. ഈ ലോകത്ത് ഒരു സന്തോഷമുള്ള സ്വർഗ്ഗമാണ്. രണ്ടാമത് കല്യാണം കഴിച്ച ആ പെൺകുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടയാളങ്ങളെ കൊണ്ടും മറ്റും മനസ്സിലാക്കി ആദ്യ ഘട്ടത്തിൽ കണ്ടപ്പോഴേക്കും ആ പെൺകുട്ടി ചോദിച്ചു, അലാ തൻസിൽ ഇലൈന, വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ, എന്തെങ്കിലുമൊക്കെ കുടിക്കാലോ. എത്ര സന്തോഷത്തോടെ ചോദിച്ചത്. വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെയുണ്ട് ഭക്ഷണം രീതിയൊക്കെ എന്ന് ചോദിച്ചപ്പോ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം കിട്ടിയത്, ആ വീട്ടിലേക്ക് വന്ന് ഏറ്റവും സന്തോഷത്തോടെ കഴിച്ച ഭക്ഷണം ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടാകാറുണ്ട്, മതിയായ വെള്ളം ഉണ്ടാകാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അന്നത്തെ ദുആ, അല്ലാഹുവേ അവരുടെ മാംസത്തിലും വെള്ളത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ. ഏതെങ്കിലും ഒരു കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ട് വിഷയത്തിൽ നിന്ന് മക്ക നഗരം ഒഴിവായിട്ടില്ല. എപ്പോഴും സുലഭമായ വെള്ളം, സുലഭമായി മാംസം വിൽക്കപ്പെടുന്നു അവിടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യകുൻ ലഹും യൗമഇദിൻ ഹബ്ബുൻ, അന്ന് അവർ ധാന്യം ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. അതുകൂടി ഉണ്ടെങ്കിൽ അതിനും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആയിരുന്നു. എന്നിട്ട് പോകാൻ നേരത്തെ ഈ പെൺകുട്ടി, ഉപ്പ പോകല്ലേ, കുറച്ചു നേരം നിൽക്കിന്ന് പറഞ്ഞു. അകത്ത് ഒരു കപ്പിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പലകയോ ഒരു പാറക്കല്ലോ കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് പൊടിപടലങ്ങൾ പുരണ്ട ആ താടിയും തലയും ഒക്കെ വെള്ളം കൊണ്ടൊന്ന് തൊട്ട് വൃത്തിയാക്കി തടവിക്കൊടുത്ത്, തൊട്ടാവുന്നൂരാത്ത ബന്ധല്ലേ, തടവിക്കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ യാത്ര അയച്ചത്. അക്കുടുംബത്തിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് 10 മക്കൾ ജനിച്ചത്. നല്ല സന്തോഷമുള്ള കുട്ടികൾ. സ്നേഹവും സമാധാനവുമാണ്. ഉറപ്പിക്കാൻ പാടില്ല. ഒരു നില വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മൗനം കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിലോ ദാരിദ്ര്യത്തിലോ ഒന്നും ഉറപ്പിക്കാൻ പാടില്ല.